ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഗോപുവിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട് ബ്യൂട്ടീഷ്യനൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിന് വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ കോങ്ങാടെത്തി കുറച്ച് നടക്കാനുണ്ട് ബ്യൂട്ടി പാർലറിലേക്ക്. അപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് നമ്മുടെ ആദുവിൻ്റെ സ്കൂൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ആദുവിൻ്റെ സ്കൂളിൻ്റെ പേരാണ് GUPS കോങ്ങാടാണ്. അപ്പോൾ നല്ല സ്കൂളാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ മികച്ച വിദ്യാഭ്യാസം കൊടുക്കുന്ന സർക്കാരിലെ ഒരു നല്ല സ്കൂളാണ് GUPS. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുള്ളതുകൊണ്ട് ഒരു മടുപ്പൊന്നുമില്ല കേട്ടോ, സംസാരിച്ചിങ്ങനെ പോവാലോ. അങ്ങനെ പോയി നമ്മൾ ബ്യൂട്ടി പാർലർ എത്തി. എലമെൻറ്റ്സ് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്. അവരുടെ നല്ലൊരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല സർവീസാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. നമുക്കറിയുന്ന ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനാണ് അവൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഈ ബ്യൂട്ടി പാർലർ മതി എന്നുള്ളത്. അങ്ങനെ എല്ലാം പറഞ്ഞ് അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പറയുകയാണ് നമുക്ക് ഷെയ്ക്കൊക്കെ കുടിക്കാട്ടോ, എന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും പോകുന്ന വഴിക്കാണ് ഒരു ചായക്കട കണ്ടത്. അവിടെ നല്ല വടയും ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ കണ്ടപ്പോൾ നമുക്ക് അവിടെ പോയി ചായ കുടിക്കാമെന്നൊരു തോന്നല്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു, നേരെ അവിടെ പോയിട്ട് ചായയും അതുപോലെ തന്നെ ബോണ്ട ഉണ്ടല്ലോ, മസാല ബോണ്ട, അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോങ്ങാട് ടൗണിലെത്തിയിട്ട് അവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് 2 തുണികളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ നേരെ ചെന്നത് ഞങ്ങൾ ഒരു ഫാൻസി ഷോപ്പിക്കാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു ഫാൻസി ഷോപ്പാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കമ്മലൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ കമ്മൽ നോക്കുമ്പോൾ 150 ആ ഒരു റേഞ്ചേ ഉള്ളൂ. ചെറിയ കമ്മൽ നോക്കുമ്പോൾ 170 ആ ഒരു റേഞ്ച് കണ്ടപ്പോൾ ഗോപുവിനൊരു സംശയം, എന്താ ഈ ചെറിയ കമ്മലിനൊക്കെ എത്ര റേറ്റ് എന്ന്. അപ്പോൾ അവളത് അവിടെ ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ മുഖമൊക്കെ മാറി. ഞാൻ വിചാരിച്ചു ഈശ്വര ഇനിയിപ്പോൾ തല്ലും കിട്ടുമെന്ന്. അവളുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും അവൾ മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോഴേക്ക് സമയം ഏകദേശം 5:30 ആയി. അപ്പോൾ ഇനി അധികം നിൽക്കേണ്ട, നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. കോങ്ങാട് ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അവിടെ നമ്മൾ ബസ് കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉണ്ടായുള്ളൂ എൻ്റെ വിശേഷം. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.